ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പോയമാണ് നോക്കുന്നത്. സോങ് ഓഫ് എ ഡ്രീം എന്നാണ് നമ്മുടെ പോയത്തിൻ്റെ നെയിം. ഇത് എഴുതിയിരിക്കുന്നത് സരോജിനി നായിഡു ആണ്. അപ്പോൾ നമുക്ക് സരോജിനി നായിഡുവിനെ കുറിച്ച് നോക്കാം. അവർ 13 ഫെബ്രുവരി 1879 ജനിച്ചത് ആൻഡ് ഡൈഡ് ഇൻ 2 മാർച്ച് 1949. ഓക്കെ, ഓൾസോ നോൺ ആസ് ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. അപ്പം സരോജിനി നായിഡു അറിയപ്പെടുന്നത് ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരിലാണ് അവരറിയപ്പെടുന്നത്. ഹെർ മേജർ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് പോയട്രി വർ ബ്യൂട്ടിഫുൾ പോയിംസ് ദാറ്റ് കുഡ് ഓൾസോ ബി സങ്. ഓക്കെ, അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കവിതകളിലായിരുന്നു. ഫീൽഡ് ഓഫ് പോയട്രി, ആ കവിതകളുടെ അല്ലെങ്കിൽ പോയട്രി എന്ന് പറയുന്ന മേഖലയിലായിരുന്നു അവർ കൂടുതലും നല്ല സംഭാവനകൾ നൽകിയിരിക്കുന്നത്. ആ കവിതകളുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ പോയംസ് ദാറ്റ് കുഡ് ഓൾസോ ബി സങ്. അതിൻ്റെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതാണ്. എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായ പോയംസ് ആണ്, കൂടാതെ നമുക്കത് ആലപിക്കാനായിട്ട് കൂടെ സാധിക്കും. ഓക്കെ, ഒരു റിതമിക് ആയിരിക്കും. അതുപോലെ നമുക്ക് ആലപിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലാണ് സരോജിനി നായിഡുയുടെ പോയംസ് ഒക്കെ പറയുന്നത്. ഓക്കെ, ഹർ ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ്, അവരുടെ ഏറ്റവും ഫേമസ് ആയ വർക്ക്സ് ആണ് ദ ഗോൾഡൻ ത്രെഷോൾഡ്, അതുപോലെ ദ ബേർഡ് ഓഫ് ടൈം, ദ ബ്രോക്കൺ വിങ് ആൻഡ് ദ സ്കെപ്റ്റഡ് ഫ്ലൂട്ട്. ഓക്കെ, അപ്പം നമുക്കിനി നമ്മുടെ പോയത്തിലോട്ട് പോവാം. A flower cannot blossom without sunshine and a man cannot live without love. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയത്തിൻ്റെ മുകളിൽ ചെറിയൊരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ഫ്ലവർ കനോട്ട് ബ്ലോസം വിത്തൗട്ട് സൺഷൈൻ. അല്ലേ, സൂര്യപ്രകാശം ഇല്ലാതെ ഒരു ഫ്ലവറിന് അല്ലെങ്കിൽ ഒരു പൂവിന് വിടരാനായിട്ട് സാധിക്കില്ല. ആൻഡ് എ മാൻ കനോട്ട് ലിവ് വിത്തൗട്ട് ലവ്. അതുപോലെയാണ് നമ്മുടെ മനുഷ്യരുടെ കാര്യവും. എന്താണ്? സ്നേഹമില്ലാതെ നമ്മുടെ മനുഷ്യർക്കും എന്താണ് ഒരു ജീവിതം ഇല്ല, നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. Here is a poem by Sarojini Naidu that describes her dream world. Read and enjoy it. അപ്പോൾ ഈ ഒരു പോയത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? സരോജിനി നായിഡു ഡിസ്ക്രൈബ് ചെയ്യുന്നത് അവരുടെ ഒരു സ്വപ്ന ലോകത്തെക്കുറിച്ചാണ്. ഓക്കെ, ഹെർ ഡ്രീം വേൾഡ്. അപ്പം സരോജിനി നായിഡുയുടെ ആ ഒരു സ്വപ്ന ലോകം, അതിലെന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് അവർ കണ്ടിരിക്കുന്ന ആ സ്വപ്നങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു പോയത്തിൽ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, സോങ് ഓഫ് എ ഡ്രീം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയത്തിൽ ആകെ വെറും 2 സ്റ്റാൻസ മാത്രമേ ഉള്ളൂ കേട്ടോ. വെറും 2 സ്റ്റാൻസ മാത്രമേ ഉള്ളൂ. അതിൽ ഒരു സ്റ്റാൻസയിൽ തന്നെ 7 ലൈൻസാണ്. ഒരു സ്റ്റാൻസയിൽ, അങ്ങനെ 2 സ്റ്റാൻസയിലും 7 ലൈൻസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു സ്റ്റാൻസ നോക്കാം. Once in the dream of a night I stood, lone in the light of a magical wood, soul deep in visions that poppy-like sprang, and spirits of truth were the birds that sang, and spirits of love were the stars that glowed, and spirits of peace were the streams that flowed, in that magical wood in the land of sleep. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൺസ് ഇൻ ദ ഡ്രീം ഓഫ് എ നൈറ്റ് ഐ സ്റ്റൂഡ്. അല്ലേ, രാത്രിയിൽ എൻ്റെ ഒരിക്കലും ഞാൻ കാണുന്നൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ എവിടെയാണ് ഞാൻ നിൽക്കുന്നത്? ലോൺ ഇൻ ദ ലൈറ്റ് ഓഫ് എ മാജിക്കൽ വുഡ്. എന്താണ്? ഒരു മായാലോകത്താണ്, ഒരു സ്വപ്ന ലോകത്താണ്. ഒരു സ്വപ്നം എന്താണ്? വളരെ മാന്ത്രികമായിട്ടുള്ള ഒരു പൂന്തോപ്പിലാണ് ഞാൻ തനിയെ നിൽക്കുന്നത്, ഏകാന്തയായിട്ട് രാത്രിയിൽ ഞാൻ നിൽക്കുന്നത്. അവിടെ എന്തൊക്കെയാണ് അവർക്ക് കാണാനായിട്ട് കഴിയുന്നത്? സോൾ ഡീപ്പ് ഇൻ വിഷൻസ് ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്. കണ്ടിരിക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? ഒരു പൂക്കൾ വിടരുന്ന പോലെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പൂവെന്ന് പറയുന്നത് പോപ്പിയാണ്, അല്ലെ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. ആ പോപ്പി വിടർന്ന് നിൽക്കുന്നത് പോലെയാണ് ചുറ്റിലുമുള്ള ആ കാഴ്ചകളുടെ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയിൽ, അവിടെ ചുറ്റുപാടുമുള്ള ആ ഒരു ഭംഗിയിൽ എൻ്റെ ആത്മാവ് എന്താണ്? അലിഞ്ഞു ചേരുകയാണ്. അപ്പം അവിടെയുള്ള അവർ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പോപ്പി പോലെയാണ്. പൂവ് ആ ഒരു പോപ്പി ഫ്ലവർ പോലെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു പോയത്തിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നതും നമ്മുടെ സരോജിനി നായിഡു തന്നെയാണ് കേട്ടോ. അപ്പം ഐ എന്ന് യൂസ് ചെയ്തിരിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പം ഞാൻ, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന നറേറ്റർ അല്ലെങ്കിൽ സ്പീക്കർ എന്ന് പറയുന്നത് നമ്മുടെ പോയറ്റ് തന്നെയാണ്, സരോജിനി നായിഡു തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് വർ ദ ബേർഡ്സ് ദാറ്റ് സാങ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബേർഡ്സിനെ പറഞ്ഞിരിക്കുന്നത്, താരതമ്യം ചെയ്തിരിക്കുന്നത് എന്തായിട്ടാണ്? സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്. അപ്പോൾ ഞാനവിടെ ഒരുപാട് പക്ഷികളെ കണ്ടിട്ടുണ്ട്. ആ പക്ഷികൾ എന്ത് ചെയ്യാണ്? പാട്ടുകൾ പാടുകയാണ്.
അല്ലേ? നല്ല നല്ല ഗാനങ്ങൾ അവ പാടുകയാണ്. ആ പക്ഷികൾ എന്ന് പറയുന്നത് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് ആണ്, എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ ആത്മാവാണ്. അപ്പം അവരിൽ എന്ത് മാത്രമേ ഉള്ളൂ? സത്യം മാത്രമേ ഉള്ളൂ, അല്ലേ? ആ സത്യം മാത്രം ആയ ആത്മാക്കളാണ് ആ പക്ഷികൾ എന്ന് പറയുന്നത്. ആ പക്ഷികളുടെ മനോഹരമായ ഗാനം എന്താണ് അവിടെ എനിക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ലവ് were the stars that glowed. അതുപോലെ അവിടെ ഒരുപാട് നല്ല ഭംഗിയുള്ള നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ തിളങ്ങി ഇങ്ങനെ നിറയെ നിൽക്കുകയാണ്. ആ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സ്പിരിറ്റ്സ് ഓഫ് ലവ് ആണ്, അല്ലെ? സ്നേഹത്തിൻ്റെ ആത്മാവാണ് ആ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് പീസ് were the streams that flowed. ഓക്കെ, അപ്പം അവിടെ കാണുന്ന ആ മനോഹരമായിട്ടുള്ള അരുവി, അല്ലേ? ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള അരുവി എന്ന് പറയുന്നത് സ്പിരിറ്റ്സ് ഓഫ് പീസ് ആണ്, എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ആത്മാവാണ്. ഇൻ ദാറ്റ് മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്. അപ്പം ഞാൻ ഇതൊക്കെ കാണുന്നത് എവിടെയാണ്? ആ ഒരു മാജിക്കൽ വുഡിലാണ്, അല്ലെ? ആ ഒരു മാന്ത്രിക പൂന്തോപ്പിലാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. അപ്പം ഇൻ ദാറ്റ് ലാൻഡ് ഓഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൻ്റെ ലോകം. ഉറക്കത്തിൻ്റെ ലോകം എന്ന് പറയുന്നത് സിംപ്ലി എന്താണ്? നമ്മുടെ ഡ്രീം, നമ്മുടെ സ്വപ്നം, അല്ലെ? അപ്പോൾ ആ ഒരു സ്വപ്നത്തിലാണ് ഞാൻ ഈ ഒരു മാജിക്കൽ വുഡും ഇവയൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസിൽ നിങ്ങൾ കണ്ടിരിക്കുന്ന കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ഒന്നാമത്തേത് ഇതിൻ്റെ റൈം സ്കീമാണ്, അല്ലെ? റൈം സ്കീം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഫസ്റ്റ് സ്റ്റുഡ് വുഡ്, അതുപോലെ സ്പ്രാങ് സാങ്, പിന്നെ ഗ്ലോഡ് ഫ്ലോഡ് എന്നൊക്കെ പറഞ്ഞാൽ ആ വന്നിരിക്കുന്ന റൈം സ്കീം എന്ന് പറയുന്നത് എങ്ങനെയാണ്? എ എ ബി ബി സി സി. ആ ഒരു ഏഴാമത്തെ ലൈനിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ. നമുക്കതുകൊണ്ട് അതിനെ ഡി എന്ന് പറയാം. അപ്പോൾ ഇതിലെ റൈം സ്കീം ഫോളോ ചെയ്തിരിക്കുന്നത് എ എ ബി ബി സി സി ഡി എന്നാണ്. ഓക്കെ, അതുപോലെ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ നിങ്ങൾക്ക് ആ ഒരു 3 to 5 ആ 3, 4, 5 വരികളുടെ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആൻഡ് എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും, അല്ലേ? അപ്പം ആ ഒരു പോയറ്റിക് ഡിവൈസിനെയാണ് നമ്മൾ അനഫോറ എന്നാണ് പറയുന്നത് കേട്ടോ. ആ ഒരു പോയറ്റിക് ഡിവൈസിനെ അനഫോറ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് സ്റ്റാൻസയിലോട്ട് പോവാം. Lone in the light of that magical grove, I felt the stars of the spirits of love gather and gleam round my delicate youth, and I heard the song of the spirits of truth. To quench my longing, I bent me low by the streams of the spirits of peace that flow in that magical wood in the land of sleep. Lone in the light of that magical grove. എന്താണ്? ആ ഒരു മായാലോകത്ത് എന്താണ്? ഞാൻ തനിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഞാൻ കാണുന്നത്? ഐ ഫെൽറ്റ് ദ സ്റ്റാർസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ലവ് ഗാദർ ആൻഡ് ഗ്ലീം റൗണ്ട് മൈ ഡെലിക്കേറ്റ് യൂത്ത്. അല്ലേ? എന്താണ് സത്യത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർസ്, നക്ഷത്രങ്ങൾ, അല്ലേ? ആ ഒരു സ്റ്റാർസ് എന്ത് ചെയ്യാണ്? എൻ്റെ ചുറ്റിലും നിൽക്കുകയാണ്. അതിൽ ഡെലിക്കേറ്റ് യൂത്ത് എന്ന് പറയുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ അവർ യൂത്ത്ഫുൾ ആണ്, അല്ലേ? ആ ഒരു ചെറുപ്പമാണ് നമ്മുടെ ഈ പോയിറ്റ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത്. അപ്പോൾ ആ ഒരു യുവത്വം തുളുമ്പി നിൽക്കുന്ന എൻ്റെ ചുറ്റും എന്താണ്? ഈ നല്ല തിളക്കമുള്ള അതുപോലെ സത്യത്തിൻ്റെ ആത്മാവായിട്ടുള്ള ഈ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഗ്യാദർ ചെയ്തിരിക്കുകയാണ്, ഇങ്ങനെ കൂടി നിൽക്കുകയാണ് എൻ്റെ ചുറ്റിലും. ആൻഡ് ഐ ഹേർഡ് ദ സോങ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്. ആ ഒരു സമയത്ത് തന്നെ എനിക്ക് എന്തും കേൾക്കാൻ കഴിയുന്നുണ്ട്? സത്യത്തിൻ്റെ ആത്മാവായിട്ടുള്ള ആ പക്ഷികൾ പാടുന്ന മനോഹരമായ ഗാനം എനിക്ക് ആ ഒരു സമയത്ത് വീണ്ടും കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. To quench my longing, I bent me low by the streams of the spirits of peace that flow. എന്താണ് to quench my longing എന്ന് പറയുന്നത്? ഇവിടെ ലോങ്ങിങ് എന്ന് പറയുന്നത് അവരുടെ വിഷാണ്, അവരുടെ ആഗ്രഹമാണ്. ഇവിടെ അവരുടെ ആ ഒരു ആഗ്രഹം എന്താണ്? ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മദർ ലാൻഡിൻ്റെ ഫ്രീഡം ആണ്, അല്ലേ? നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അവർ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത് ഫുൾഫിൽഡ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്? ഐ ബെൻഡ് മീ ലോ, ഞാനിങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് ബൈ ദ സ്ട്രീംസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് പീസ് ദാറ്റ് ഫ്ലോ, എന്താണ്? സമാധാനത്തിൻ്റെ ആത്മാവായിട്ടുള്ള ആ ഒഴുകുന്ന അരുവി ഉണ്ടല്ലോ, ആ അരുവിയിലേക്ക് ഞാൻ ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്ത് എന്ത് ചെയ്യാണ്? ഞാൻ കുടിക്കുകയാണ്. ഇവിടെ ശരിക്കും അത് സിംബോളിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
എൻ്റെ ആഗ്രഹം ഇവിടെ സരോജിനി നായിഡുയുടെ ആഗ്രഹം എന്താണ്? മാതൃരാജ്യത്തിൻ്റെ ആ ഒരു ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം അതുപോലെയാണ് അവർ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു ദാഹം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ആ ദാഹം എന്ത് ചെയ്യുന്നത്? ശമിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ സരോജിനി നായിഡു എന്ത് ചെയ്യാണ്? ആ ഒരു ദാഹം എന്ന് പറയുന്നത് നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്രീഡമാണ് ഇവിടെ ദാഹം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ദാഹം ശമിപ്പിക്കുന്നത് അവരെങ്ങനെയാണ്? ആ ഒരു സത്യത്തിൻ്റെ ആത്മാവായിട്ടുള്ള സമാധാനത്തിൻ്റെ ആത്മാവായിട്ടുള്ള ആ അരുവിയിൽ നിന്ന് വെള്ളം കോരി കുടിച്ചിട്ടാണ് അവർ തൃപ്തി അടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു അനുഭൂതി അവർ കണ്ടെത്തുന്നത്. അതുപോലെ അപ്പോൾ എന്താണ്? ആ മദർലാൻഡിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ മദർലാൻഡിന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം, അപ്പോൾ അവർ അതെങ്ങനെയാണ് ശമിപ്പിക്കുന്നത്? ആ സ്വാതന്ത്ര്യം ശമിപ്പിക്കുന്നത് അവർ ഈ അരുവിയിൽ നിന്ന്, സമാധാനത്തിൻ്റെ ആത്മാവായിട്ടുള്ള ഈ അരുവിയിൽ നിന്ന് വെള്ളം പകർന്ന് അത് കുടിച്ചുകൊണ്ടാണ് ആ ഒരു ആഗ്രഹം. ഒരു ക്വഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലേ? അതിനെ ശമിപ്പിക്കുന്നത് അവർ അങ്ങനെയാണ്. സ്വപ്നത്തിൽ അവർ അങ്ങനെയാണ് അതിനെ ശമിപ്പിക്കുന്നത്. ഓക്കെ, എന്താണ്? ഇൻ ദാറ്റ് മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്. അപ്പം ഇതെല്ലാം നടക്കുന്നത് എവിടെയാണ്? ആ ഒരു മാജിക്കൽ ലോകത്താണ്, ആ ഒരു മാജിക് വേൾഡിലാണ് അല്ലേ? ലാൻഡ് ഓഫ് സ്ലീപ്പ്, ഉറക്കത്തിൻ്റെ, നമ്മുടെ സ്വപ്നത്തിൻ്റെ ആ ഒരു മായാലോകത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ 3 കാര്യങ്ങളാണ് മെയിനായിട്ട്, ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഒരു 3 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് പറയുന്നത്. ലവ്, ട്രൂത്ത് ആൻഡ് പീസ് അല്ലെ? സ്നേഹം, സത്യം, അതുപോലെ സമാധാനം. അപ്പോൾ ഈ ഒരു 3 കാര്യം നമ്മൾക്ക് കാണാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റിയാണ് അല്ലെ? നമ്മൾക്ക് കാണാനോ അല്ലെങ്കിൽ അതിനെ സ്പർശിക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. ലവ് അല്ലെങ്കിൽ ട്രൂത്ത്, പീസ് എന്ന് പറയുന്നതൊക്കെ ഒരു ഫീലാണ്, ക്വാളിറ്റിയാണ് അല്ലെ? ഗുണങ്ങളാണ്. നമുക്കതിനെയൊന്നും കാണാനായിട്ടൊന്നിനും കഴിയില്ല. പക്ഷേ ഇവിടെ ഈ പോയറ്റ് ആ പറഞ്ഞിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയാത്ത ആ ഒരു ക്വാളിറ്റികളെ ആരൊക്കെയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് സ്പർശിക്കാനും കാണാനും ഒക്കെ സാധിക്കുന്ന സ്റ്റാർസ്, അതുപോലെ ബേർഡ്സ്, അതുപോലെ സ്ട്രീം, ഇവയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ നമ്മുടെ പോയിറ്റ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ലവ് എന്നത് നമ്മൾ സ്റ്റാർസുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. ഇവിടെ സ്റ്റാർസ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് ലവ് ആണ്. അതുപോലെ ബേർഡ്സ് എന്ന് പറയുന്നത് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് ആണ്. ആൻഡ് സ്ട്രീം എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് പീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് മെറ്റഫർ ആണ്. ഓക്കെ, ഓരോന്നിനെയും ക്വാളിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കാണാവുന്ന 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ പോയറ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനെ നമ്മൾ പോയറ്റിക് ഡിവൈസ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മെറ്റഫർ ആണ്. അപ്പം ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ.